എനിക്കിവിടെ ആരും ഫ്രണ്ട്സ് ഇല്ല. അച്ഛനാ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്കും അച്ഛനും അമ്മയും ഫ്രണ്ട്സ്. പക്ഷെ എന്റെ ഫ്രണ്ടിനെ ഞാൻ അച്ഛനാക്കിയതാ. എന്റെ അച്ഛനാവുന്നതിന് മുമ്പ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അവർക്ക് മാജിക് ഒക്കെ അറിയാലോ. അത് കഴിഞ്ഞ് അവരെന്റെ അച്ഛനായി. എന്നെ എന്ത് നന്നായിട്ട് നോക്കുന്നതെന്നോ. എന്റെ അമ്മയും അങ്ങനെയാ. എനിക്കവരെ കാണണമെന്ന് തോന്നുന്നുണ്ട്. എന്റെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത് അവരുടെ കാറിന്റെ സൗണ്ടാ. വേറെ ആരുടെ അടുത്തും അങ്ങനത്തെ കാർ ഉണ്ടാവില്ല. ഇല്ല, അതിന്റെ അച്ഛന്റെ കാറിന്റെ സൗണ്ടാ. വിസിറ്റ് ചെയ്യുന്ന ദിവസം മാത്രമേ പേരൻസ് വരുള്ളൂ. നീ പോയി കിടന്ന് ഉറങ്ങ്. റാം മതി പ്ലീസ്, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. കുട്ടികൾ ഉറങ്ങുമായിരിക്കും. നീ അവരെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. അപ്പൊ സിഹിയെ ഞാൻ എങ്ങനെ പിന്നെ കാണുക? ഇപ്പൊ എന്തായാലും കാണാൻ കഴിയില്ല. രാവിലെ വരണം. സീത, സിഹി ഇവിടെ ഒട്ടും ഓക്കെ അല്ല. അറ്റ് എനി കോസ്റ്റ് ഇന്ന് ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകും. റാം യാ സീത, ടെൽ മീ. റാം, നീ ചെയ്തതൊന്നും ശരിയല്ല. ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ ഇത്ര ദൂരം കൊണ്ട് ചേർത്തത് എന്തിനാ? അത് എനിക്ക് ഇഷ്ടമായിട്ടൊന്നുമല്ല. അവള് വാശി പിടിച്ച് കൊണ്ട് ചേർക്കാൻ പറഞ്ഞ് ഞാനിപ്പോ എന്താ ചെയ്യാ സീത? റാം, സിഹി എന്റെ കൂടി മോളാണ്. ഞാൻ അവളെ വിട്ട് നിൽക്കുന്നില്ലേ? അതത്ര ഈസി കാര്യമാണെന്നാ? അതെ അതെ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നതും അവൾ അവിടെ കിടന്ന് ബുദ്ധിമുട്ടുന്നത്. എന്റെ മകള് കഷ്ടപ്പെടുന്ന എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ തന്നെ അവളെ കൊണ്ടുവരാൻ പോവാ. റാം നിൽക്ക്. ആരാ സാർ? എന്റെ മകളെ ഒന്ന് കാണണം. ഗേറ്റ് ഓപ്പൺ ചെയ്യും. സോറി സാർ, ഈ സമയത്ത് വിസിറ്റേഴ്സിനെ അനുവദിക്കില്ല. എന്റെ മകൾക്ക് ഒട്ടും വയ്യ. ഫോൺ ചെയ്തപ്പോൾ അവള് കരയായിരുന്നു. എനിക്ക് അവളെ കണ്ടേ പറ്റൂ. സാർ, വാർഡന്റെ പെർമിഷൻ ഇല്ലാതെ ഞങ്ങൾക്ക് ആരെയും അകത്തിവിടാൻ കഴിയില്ല സാർ. റാം, നമുക്ക് വീട്ടിലേക്ക് പോവാം. അത് പറ്റില്ല സീത. എന്റെ മകളെ കാണാൻ ഞാൻ ഇവിടുന്ന് പോകില്ല. ദാറ്റ്സ് ഇറ്റ്. റാം ഹലോ. ഹലോ മാം, ഞാൻ ശ്രീറാം ദേശയാണ് സംസാരിക്കുന്നത്. സിഹീസ് ഫാദർ. ഇഫ് യു ഡോണ്ട് മൈൻഡ് സെക്യൂരിറ്റിയുടെ ഗേറ്റ് ഒന്ന് തുറക്കാൻ പറയാം. സർ, നിങ്ങൾ എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നത്? എന്റെ മകളെ എനിക്കൊന്ന് കാണണം, അതുകൊണ്ട്. സോറി സർ, ഈ സമയത്ത് അലോ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് വിസിറ്റിംഗ് അവേഴ്സിൽ മാത്രമേ കാണാൻ കഴിയൂ. മാം, ആക്ച്വലി ഞാൻ സിഹിയോട് ഫോണിൽ സംസാരിക്കുമ്പോൾ അവള് കരയായിരുന്നു. ഷീസ് നോട്ട് ഹാപ്പി ദെയർ. ഇപ്പോഴും ഞാൻ എല്ലാ റൂമിലും പോയി വിസിറ്റ് ചെയ്ത് വന്നേ. ഷീസ് ഹാപ്പി നോ. മാം, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. സർ, റൂൾസ് എല്ലാവർക്കും ഒന്നാണ്. നിങ്ങൾ ഇപ്പൊ അലോ ചെയ്യാൻ കഴിയും. പാടില്ലായിരുന്നു. ഫസ്റ്റ് ടൈമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്തൊരു തീരുമാനത്തെ ഓർത്ത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന സീത. അതും ഇതുപോലൊരു സ്കൂളിൽ ചേർത്തതിന് ശേഷം. റാം, സിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. അവളിപ്പോ ഉറങ്ങിയിട്ടുണ്ടാവും. വാ, നമുക്ക് പോവാം. നടക്കില്ല സീത. എന്റെ മകളെ കാണാൻ ഞാൻ. ഐ ലവ് യു സിഹി മോളെ. I love you, അച്ഛാ. I love you too, ചക്കര. സിഹി, എന്തിവിടെ ചെയ്യുന്നേ? മാം, എന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. നിനക്കിപ്പോ എല്ലാം ഭേദമായില്ലേ? മാം, എല്ലാം ഭേദമായി. അങ്ങനെയാണെങ്കിൽ അച്ഛനും അമ്മയും നിന്നെ വിസിറ്റിംഗ് അവേഴ്സിൽ വന്ന് മീറ്റ് ചെയ്തോളൂ. ഓക്കെ അല്ലേ? മോള് പോയി ഇറങ്ങിക്കോളൂ. മാം, സിഹി, പറഞ്ഞത് കേൾക്ക്. മോള് പോയി കിടന്നുറങ്ങ്. കുഴപ്പമൊന്നുമില്ല ഏട്ടാ. ഇപ്പൊ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുവാ. സിഹിയെ ബോർഡിംഗ് സ്കൂളിൽ ചേർക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു സാധന. കൊച്ചുകുട്ടിയല്ലേ അത്. അവളെ പിരിഞ്ഞിരിക്കാൻ രാമനും സീതയ്ക്കും കഴിയില്ല. പാവ കുഞ്ഞിനും ഒറ്റയ്ക്ക് നിൽക്കുന്ന ബുദ്ധിമുട്ട് തന്നെയാ. അതെ ഏട്ടാ. എന്താ നമ്മുടെ വീട്ടിൽ ഇങ്ങനൊക്കെ സംഭവിക്കുന്നത്? ഇതിനൊക്കെ ഇടയില് ഒരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ട്. എന്താ? ചേച്ചി നാളെ ലോയറിനെ വിളിപ്പിച്ചിട്ടുണ്ട്. സ്വത്തുക്കളൊക്കെ സീതയുടെ പേരിലാക്കാൻ വേണ്ടിയാ.
എന്നിട്ട് റാമിനെ സീതയും ഹണിമൂണിന് വേണ്ടി പറഞ്ഞയക്കും. ഭാർഗവി സീതയുടെ പേരിലേക്ക് സ്വത്ത് എഴുതി കൊടുക്കുമെന്നോ? അങ്ങനെയൊക്കെ ഏട്ടനും അച്ഛനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഭാർഗവി സീതയുടെ പേരിലേക്ക് സ്വത്തൊക്കെ മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കെന്തോ അതിൽ ബലമായ സംശയമുണ്ട്. അല്ല ഏട്ടാ, ഇതിലിപ്പോ ഇത്ര സംശയിക്കാൻ വേണ്ടി എന്താ ഉള്ളേ? സീതയുടെ പേരിലേക്ക് സ്വത്ത് മാറ്റുന്നത് വളരെ നല്ല കാര്യമല്ലേ? അതിൽ നമ്മൾ സന്തോഷിക്കണ്ടേ? ഹലോ സാറേ, ഇപ്പോഴെങ്കിലും സമാധാനമായോ നിങ്ങൾക്ക്? യാ സിഹിക്കും ഇങ്ങനെ നിങ്ങളെ വിട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, വിഷമം ഉണ്ടായിരിക്കും. എന്ന് കരുതി നിങ്ങൾ ഇങ്ങനെ റിയാക്ട് ചെയ്താൽ എങ്ങനെയാ? കുട്ടികളും ചില കാര്യങ്ങളൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് നല്ലതല്ലേ? ഈ പറയുന്നൊക്കെ സത്യ, പക്ഷെ ഇത് പ്രാക്ടിക്കലായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാ. എനിക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പക്ഷെ എന്റെ മോള് ഭയങ്കര മിടിക്കുക. സീത, സിഹി അവിടെ ഹാപ്പി ആയിരിക്കുമല്ലോ അല്ലേ? അതെ റാം, അവൾ എന്തായാലും സന്തോഷമായിരിക്കും. അവളെ എന്റെ മോളാ, അവളെല്ലാം നല്ല നീറ്റായിട്ട് മാനേജ് ചെയ്തോളൂ. പക്ഷെ ഈ കുട്ടിയെ മാനേജ് ചെയ്യാനാ ശരിക്കും ബുദ്ധിമുട്ട്. നിങ്ങളുടെ പെരുമാറ്റം കണ്ട് ഞാൻ എത്ര പേടിച്ചു പോയെന്നറിയോ? അതെ അതെ അതെ, എന്റെ ടെൻഷൻ ആർക്ക് മനസ്സിലാവാനാ? എന്നാ നിങ്ങളെ ഈ സ്കൂളിൽ തന്നെ അങ്ങ് ചേർത്താലോ? ആക്ച്വലി നോട്ട് എ ബാഡ് ഐഡിയ. എനിക്കും എന്റെ മോൾക്കും ഒരേ ഡോർമെട്രിയിൽ ഒരുമിച്ച് താമസിക്കാം. പക്ഷെ അച്ഛനും മോൾക്കും ഒരു ഡോർമെട്രിയിൽ താമസിക്കാൻ പറ്റില്ല. ആൺകുട്ടികൾക്ക് വേറെ, പെൺകുട്ടികൾക്ക് വേറെ ആയിരിക്കില്ലേ? ആ അത് ശരിയാ. അല്ലെങ്കിൽ തന്നെ ഈ സ്കൂൾ അച്ഛനെ മകളെ സെപ്പറേറ്റ് ചെയ്യുന്നതിൽ ഫേമസ് ആണ്. സ്കൂളിനെ പറഞ്ഞിട്ട് എന്താ കാര്യം? മോളിതേ ഒരാളിരിക്കുന്നു, അവനെ വേണം പറയാൻ. കേടി നമ്പർ 1. പാവം ദൈവത്തെ, എന്തിനാ നീ ഇങ്ങനെ വഴക്ക് പറയുന്നേ? റാം, നിനക്ക് വിശക്കുന്നില്ലേ? ഇല്ലില്ല, നിനക്കെന്താ വിശക്കുന്നുണ്ടോ? ഇല്ല. ആക്ച്വലി സീത, എനിക്ക് നല്ല വിശപ്പുണ്ട്. എനിക്കുണ്ട്. ഒരു ആന തിന്നാനുള്ള വിശപ്പുണ്ട്. എനിക്കും ഈ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. മേമ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചതായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് പോന്നില്ലേ? ഇനി വീട്ടിലെത്തുന്നവരെ വിശന്ന് തന്നെ ഇരിക്കണോ? എനിക്കും ഒക്കെയാണ്, പക്ഷെ നിങ്ങൾക്ക് അത്ര ദൂരം ഡ്രൈവ് ചെയ്യാനുള്ളതല്ലേ? ഇവിടെ അടുത്ത് വരെ നല്ല റെസ്റ്റോറന്റ് ഉണ്ടോ നോക്കട്ടെ. ഒരു മിനിറ്റ്. റാം, വേണ്ട, നിങ്ങൾ വളരെ സെൻസിറ്റീവാ. എന്തെങ്കിലും നല്ല ഭക്ഷണം നോക്കി വാങ്ങിക്കോ. ഉപ്പ്, പുളി, എരിവ് ഇതൊന്നും അധികം നിനക്ക് ശരിയാവത്തേ ഇല്ല. ഹലോ, അത്രയും ചെറിയ കുഞ്ഞ് എരിവ് കഴിക്കുമെങ്കിൽ ഞാനും കഴിക്കും. ഞാനുള്ള അപ്പനാ, എനിക്കതിന് കഴിയില്ല. എന്തേ നോക്കിയേ, നല്ല ഹോട്ടലൊന്നും നോക്കിയിരിക്കാൻ എനിക്ക് ഒട്ടും സമയമില്ല. അതിന് പകരം ഇവിടെ ഏതെങ്കിലും കുഞ്ഞു ഹോട്ടൽ വല്ലതും ഉണ്ടോ നോക്കാം. സീത, ദേ അവിടെ ഒരു ചെറിയ ഫുഡ് സ്റ്റോർ കണ്ടോ? അതൊക്കെ അല്ലേ? ആ, ഓക്കെയാണ്. എന്നാ വാ, എന്തെങ്കിലും കഴിക്കാം. നല്ല രസമുണ്ടല്ലേ? യാ, റോഡ് സൈഡിലെ ഫുഡിന്റെ അവസ്ഥ എന്താ? നല്ല ടെൻഷനായിരുന്നു, പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്താ, എന്ത് പറ്റി? ഞാൻ പറഞ്ഞത് ഇത്ര തണുപ്പുള്ള രാത്രിയില് നല്ല ചൂട് സാൻഡ്വിച്ച് ഇഷ്ടമുള്ള ആളുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ എന്ത് രസമാണല്ലേ മിസ്റ്റർ ഹസ്ബൻഡ്? അത് സത്യ. പക്ഷെ അത് മാത്രമല്ല, നിന്റെ വായന ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ ഡബിൾ സന്തോഷ. ഫസ്റ്റ് ഓഫ് ഓൾ, നീ ഇങ്ങനെ അപൂർവമായിട്ട് സംസാരിക്കുന്നത്. ഈ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ബ്യൂട്ടിഫുൾ. സിഹി കൂടി വേണമായിരുന്നു. ഈ എരിവുകൾ നല്ലപോലെ എൻജോയ് ചെയ്തേനെ. പാവം, അതിന്റെ ഒരു കുറവുണ്ട്. എന്റെ റാം, നല്ല എരിവുണ്ടോ? ഇല്ലില്ല. എന്താ, നിനക്ക് എരിയുന്നുണ്ടോ? ഇല്ല, ഐ ആം ഗുഡ്. ബട്ട് നിന്റെ കണ്ണുകളൊക്കെ ചോന്നു വരുന്നുണ്ട്. എരിവ് കൂടുതലാണോ? വെള്ളം കുടിക്ക്. മേലെ നോക്ക്, മേലെ നോക്ക്. ശ്വാസം വലിച്ചു വിട. ഓക്കെ അല്ലേ? സിഹി ഇപ്പൊ എന്നെ ഓർക്കുന്നുണ്ടാവാൻ തോന്നുന്നു. അല്ല, നേരത്തെ എന്തോ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടവാ, ഞാൻ എരിവ് കഴിക്കും. എന്നിട്ടാണോ ഇങ്ങനെ ആയത്? അതോ, അത് എരിവ് കൂടിയതുകൊണ്ടൊന്നുമല്ല, ഇതിന് കുറച്ച് ചൂട് കൂടുതലാണ്. അതുകൊണ്ട് ചൂട് കൂടുതലായതുകൊണ്ട് കുറച്ച് എരിവും കൂടെ കൂടുതലാന്നേ. അല്ല, എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ, വീണെടുത്ത് കിടന്ന് ഉരുളാന്നൊക്കെ. അതേപോലെ ഉണ്ട് നിന്റെ സംസാരം. മേഡം, സമ്മതിക്കുന്നു. നിങ്ങളെപ്പോലെ ഞാൻ എരിവൊന്നും കഴിക്കില്ല. ദേ പിടിച്ചോ, ഇതും കൂടി ഒന്ന് കഴിക്കും പ്ലീസ്. ഈ നിങ്ങൾ വിളി ഒന്ന് നിർത്താൻ പറ്റുമോ? മുത്തശ്ശൻ പറഞ്ഞതല്ലേ നിന്നോട് സീത എന്ന് വിളിക്കണം, വാ പോന്നൊക്കെ പറയണോന്ന്. ഓ, എന്നാലത് നീ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യേ. എന്തായാലും മുത്തശ്ശന് ബഹുമാനം കൊടുത്ത് സംസാരിച്ചാൽ ശരിയാവില്ല. ഒരു കാര്യം ചെയ്യാം, താങ്കൾ എന്നോട് റാം പോടാ വാടാ, സോ ഇൻ റിട്ടേൺ ഞാനും സീത പോടി വാടി എന്നൊക്കെ വിളിച്ചോളാം. ആ, ശരി. ബാ, വരൂ റാം. ശരി സീത. റാം, സത്യമായിട്ട് എനിക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കാനേ കഴിയില്ല. അല്ല, ആരായി പറഞ്ഞത് ബഹുമാനിച്ച് സംസാരിച്ച സ്നേഹം കുറഞ്ഞു പോവും, സ്നേഹം കുറഞ്ഞു എന്നൊക്കെ? എനിക്ക് എപ്പോഴും നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ. ഐ ലവ് യു സീത. എനിക്കും അതെ റാം.
ഐ ലവ് യു ടു. നേരത്തെ ആർക്കോ എന്നോട് ദേഷ്യമായിരുന്നു കേട്ടോ. അതൊക്കെ തീർന്നോ? ആക്ച്വലി നിന്നോടായിരുന്നില്ല, എനിക്ക് എന്നോടായിരുന്നു ദേഷ്യം. സിഹിയുടെ സ്കൂളിന്റെ കാര്യം പറഞ്ഞ് ഇത്രയധികം കോംപ്ലിക്കേഷൻസ് ആക്കിയതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒന്ന് മനസ്സ് വെച്ചാൽ അവളെ അവിടെ നിന്ന് ഇപ്പൊ കൊണ്ടുവരാൻ പറ്റും. റാം പ്ലീസ് അങ്ങനെയൊന്നും ചെയ്യരുത്. അവളായിട്ട് താല്പര്യം കാണിച്ച് സ്കൂളിൽ ചേർത്തല്ലേ, അപ്പൊ അവള് തന്നെ റിയലൈസ് ചെയ്യട്ടെ. അവളുടെ പ്രായത്തിലുള്ള കുട്ടികളുടെ കൂടെ അവള് വളരട്ടെ, ക്രിയേറ്റീവ് ആവട്ടെ, ഇൻഡിപെൻഡന്റ് ആവട്ടെ. അവൾക്കും എല്ലാ കാര്യങ്ങളും പഠിക്കണ്ടേ. ട്രൂ, ബട്ട് എനിക്കറിയാം അച്ഛന് മകളെ വീട്ടിൽ നിൽക്കാൻ കഴിയില്ലെന്ന്. അവളായിട്ട് വാ തുറന്ന് പറയട്ടെ എനിക്കിനി ഇവിടെ നിൽക്കാനേ കഴിയില്ലെന്ന്. അപ്പൊ നമുക്ക് അവളെ കൊണ്ടുപോവാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാന്നേ. ഓക്കെ മൈ ഡിയർ വൈഫി. ഇനി എന്താ വീട്ടിൽ പോണം. അത്രേ ഉള്ളോ? അല്ലാതെ ഇവിടെ കിടക്കാൻ പറ്റുമോ? ഒരു കോഫി കുടിക്കണമെന്ന് പോലും തോന്നിയില്ലേ നിങ്ങൾക്ക്? അത് ശരിയാ, ഈ കൂൾ വെതറിൽ ഒരു കൂൾ കോഫി കുടിച്ച് അടിപൊളിയായിരിക്കും അല്ലേ ബോസ്? 2 cool coffee please. ഇത്ര വേഗം കുടിച്ചു തീർത്തോ? എനിക്കിനി ഇത്രയും കുടിച്ചു തീർക്കാനുണ്ട്. നീ പതുക്കെ കുടിച്ചാൽ മതി സീത. വേണ്ട റാം, ഒരുപാട് ലേറ്റ് ആയില്ലേ. നമുക്ക് വീട്ടിലേക്ക് പോകണം. അത്രയും ദൂരം ഡ്രൈവ് ചെയ്യാനുള്ളതല്ലേ. നീ എന്റെ ഒപ്പം അടുത്തിരിക്കുകയാണെങ്കിൽ വീട്ടിലേക്കല്ല അങ്ങ് വിയറ്റ്നാമിലേക്ക് വരെ ഞാൻ ഡ്രൈവ് ചെയ്യും. എന്റെ അമ്മേ സാർ, അത് കാറാ, എയ്റോപ്ലെയിൻ അല്ല. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ റിലാക്സ്ഡ് ആയിട്ട് കോഫി കുടിച്ചിരിക്കുക. ഞാനിപ്പോ പോയി വണ്ടി എടുത്തിട്ട് വരാം. ഇവിടെ ഇരിക്കും, അവിടെ വരെ നടക്കണ്ട. ഇല്ല കുഴപ്പമില്ല റാം, ഞാൻ ദേ വരുന്നു. സീത നീ ടയേർഡ് ആയിരിക്കും, നീ ഇവിടെ ഇരിക്കുക. ഞാനിപ്പോ വരാൻ വണ്ടി എടുത്തിട്ട്. ഞാൻ വരുന്നു. ഓൺ ദ വേ. റാം, ശ്യാം, ഹൗ ആർ യു മാൻ? സൂപ്പർ. നിനക്ക് സുഖമില്ലടാ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നിന്റെ വിശേഷം പറ. ഐ എം ഫാന്റാസ്റ്റിക്. അല്ല, നീ എന്താ ഇവിടെ? ആക്ച്വലി ഞാനടാ ഇവിടെ. ജസ്റ്റ് എ സെക്കൻഡ്. ഐ എം കമ്മിങ്. എടാ നിനക്ക് ഒരു മാറ്റവും ഇല്ല, അതുപോലെ തന്നെ എപ്പോഴും ബിസി. യാ മാൻ, എ ന്യൂ ബോൺ ബേബി ഹാസ് സം ഇഷ്യൂ. ഉടനെ സിറ്റി ഹോസ്പിറ്റലിൽ എത്തണം. ആൻഡ് ബൈ ദ വേ, ഈ സ്കൂളിന്റെ ബാക്ക് സൈഡിലാണ് എന്റെ വീട്. പക്ഷെ ഇപ്പൊ വീട്ടിലോട്ട് വിളിക്കാൻ കഴിയില്ല. ഹേ ചിൽ. സോറി, ഇറ്റ്സ് ആൻ എമർജൻസി. ഐ ഹാവ് ടു ഗോ. ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. യു പ്ലീസ് ക്യാരി ഓൺ. താങ്ക് യു. ആക്ച്വലി നിന്റെയും ചാന്ദ്രയുടെയും ബ്രേക്കപ്പ് കഴിഞ്ഞപ്പോൾ നിനക്ക് എന്നോടും ദേഷ്യം കാണുമെന്നാ വിചാരിച്ചേ. ബട്ട് യു ആർ ദ സെയിം റാം. നമ്മുടെ ഫ്രണ്ട്ഷിപ്പും നിന്റെ ചാന്ദിനിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇൻഫാക്ട് നീ ഇവിടെ വെച്ച് എന്നെ കണ്ട കാര്യമൊന്നും അവളോട് വീട്ടിൽ പോയി പറയാൻ നിൽക്കണ്ട. ഐ വോണ്ട് ടേക്ക് മച്ച് ഓഫ് യുവർ ടൈം. പ്ലീസ് ക്യാരി ഓൺ. കല്യാണം കഴിഞ്ഞത് ഞാൻ അറിഞ്ഞു. ഭാര്യയെ വിളിച്ചൊരു ദിവസം വീട്ടിലോട്ട് വരണം. ഓക്കെ? ഓഫ് കോഴ്സ് വന്നിരിക്കും. ആൻഡ് മുത്തശ്ശനോട് അന്വേഷണം പറയണേ. ഹേയ് ബൈ ദ വേ, മുത്തശ്ശൻ ഈസ് ടേണിംഗ് 75. മുത്തശ്ശന്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ വിളിക്കും. മിസ് ചെയ്യാതെ വന്നിരിക്കണം. ഡെഫിനറ്റ്ലി ഐ വിൽ കം. ബട്ട് ഇപ്പൊ എനിക്ക് പോണം. ഓക്കെ? Okay. സീ യു മാൻ. See you, da. Take care. ഓക്കെ, ബൈ ബൈ. റാം, സീത നീ ഇങ്ങോട്ട് പോന്നോ? ആ നിങ്ങൾ വന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് അറിയണമല്ലോ. സീത നീ കുറച്ചു മുമ്പ് വന്നിരുന്നെങ്കിൽ എന്റെ ഫ്രണ്ടിനെ പരിചയപ്പെടായിരുന്നില്ലേ? ഫ്രണ്ടോ? എന്റെ ബാല്യകാല ഫ്രണ്ട് അവൻ. ഹീസ് എ ഡോക്ടർ. കറക്റ്റ് ആണല്ലോ. ഞാൻ ഇതുവരെ അവനെപ്പറ്റി നിന്നോട് പറഞ്ഞിട്ടേ ഇല്ല. ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഫ്രണ്ട്സ്. എന്റെ അമ്മയും അവന്റെ അമ്മയും വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. അവൻ എന്നോട് പറഞ്ഞത് ഇതേ സ്കൂളിന്റെ അടുത്ത് എവിടെയോ ആണ് അവന്റെ വീടെന്നാണ്. റാം, അത് നന്നായില്ലേ? സിയെ കുറിച്ച് അവരോട് പറഞ്ഞോ? സ്കൂളിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമല്ലേ? യാ, പക്ഷെ അവൻ എന്തോ എമർജൻസിയിലായിരുന്നു. ശരിക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റിയില്ല. ബട്ട് ഡോണ്ട് വറി, നെക്സ്റ്റ് ടൈം സിഹി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ നേരെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. ഇൻഫാക്ട് നീ അവനെ കണ്ടിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷമായേനെ. ഹീ സച്ച് എ ഹംബിൾ ഹ്യൂമൻ ബീങ് സീത. ഒരാളെ കുറിച്ച് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ അയാളെ മീറ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അതിനിപ്പോ എന്താ? എന്തായാലും മുത്തശ്ശന്റെ ബർത്ത്ഡേക്ക് അവനെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് ഞാൻ പരിചയപ്പെടുത്താം. നല്ല ഐഡിയ റാം. മുത്തശ്ശന്റെ ബർത്ത്ഡേക്ക് സിഹിയും വരണം. പക്ഷെ നമ്മൾ ഇപ്പോഴേ പെർമിഷൻ ചോദിക്കണം, അല്ലെങ്കിൽ അവർ വിടത്തില്ലെങ്കിലോ? എന്തുകൊണ്ട് വിടില്ല? അറ്റ് എനി കോസ്റ്റ് അവളെ ഞാൻ മുത്തശ്ശന്റെ ബർത്ത്ഡേക്ക് കൊണ്ടുപോകും. അവള് വരും, വന്നിരിക്കും, വന്നേ പറ്റൂ. ഇനിയിപ്പോ മകളോട് ഐ ലവ് യു എന്ന് പറയുന്ന എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? വൈ നോട്ട്? പക്ഷേ മകളോടല്ല, മകളുടെ അമ്മയോട്. റാം, യാ സീത. റാം, സീതമ്മ. റാം നിങ്ങൾ വന്നില്ല.
വന്നേ വാ വീട്ടിലേക്ക് സീത പോവാം. വേണം നീ ഇറങ്ങിയിരുന്ന ഏയ് നീ എന്ത് വന്നേ, കാറി കാണിക്കുന്നേ? കയറിയേ. സീതമ്മ വീട്ടിലേക്ക് പോവാം, കേറ്. നീ ഇത് എന്നാ പിന്നെ നിനക്ക് ഡ്രൈവ് ചെയ്തൂടെ? റാം കിളികൾ കോർക്കുമൊരു നോട്ടം പോലും തഴുകിടും സ്നേഹമായി പഴയൊരോർമ്മകളെ മായ്ച്ചു നമ്മൾ പുതിയ നാളെയെ തേടി ഇരു കൈകളും കോർത്തൊരേ പാതയായി നാം പോകവേ. സീതെ, നിനക്ക് ഉണക്കലരിയുടെ പായസം ഉണ്ടാക്കാൻ അറിയോ? ഇല്ല മേമ. അതെ, ആ അരി നന്നായിട്ട് വേവിച്ചിട്ട് നെയ്യിലിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് ചെറുതായി ചൂടാക്കണം. ഞങ്ങളുടെ നാട്ടിലെ അത് വളരെ ഫേമസാ. അഷ്ടമിയുടെ അന്ന് പ്രസാദമായിട്ട് ഉണ്ടാക്കാറുള്ളതാ. ഇന്ന് ഞാൻ അതാ ഉണ്ടാക്കുന്നത്. നല്ല രുചിയായിരിക്കും, അറിയോ? സിഹി ഇല്ലാതെ ഒന്നും ചെയ്യാൻ മനസ്സ് വരുന്നേ ഇല്ല. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വീട്ടില് എന്ത് രസമായിട്ട് ആഘോഷിച്ചതായിരുന്നു. സീതെ, എന്തു പറ്റി? ഒന്നുമില്ല മേമ. സീത, മകൾ അടുത്തില്ലാതാകുമ്പോ മാറി നിൽക്കുമ്പോ അത് നമ്മുടെ ലിറ്റിൽ ചാം സിഹി നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ഒന്നിനൊരു മൂടുണ്ടാവില്ല, ആഘോഷിക്കാനൊന്നും ഒരു മനസ്സുണ്ടാവില്ല. ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യുമ്പോഴും എനിക്ക് അവളെ ഓർമ്മ വരുന്നു. പെട്ടെന്ന് അത്ര ദൂരത്ത് പോയി അവളെ കാണാനും കഴിയില്ല. എന്തോ ഒരു വിഷമം പോലെ. ഇതുപോലത്തെ ഒരു വിഷമമായിട്ടാ ഞാനും വന്നത് മോളെ. എന്താ ചെറിയ കാര്യം? അല്ല മോളെ, അച്ഛൻ അവിടെ നിങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് എന്നോടാണ് ദേഷ്യം പിടിക്കുന്നത്. ഇന്നലെ രാത്രി എന്താ ചെയ്തെന്നറിയോ? ചെറിയച്ച സോറി. റാം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അവർക്ക് സിഹിയോട് വല്ലാത്തൊരു അടുപ്പമാണ്. അവൾ കോൾ ചെയ്തപ്പോ അവളുടെ വോയിസ് കുറച്ച് ഡള്ളായിരുന്നു. എന്താണ് കാര്യം അറിയാൻ അപ്പൊ തന്നെ ഇറങ്ങിപ്പോയി. അല്ല നോക്ക് സീത, റാം സിഹിയുടെ കാര്യത്തിൽ എടുക്കുന്ന ഇൻട്രസ്റ്റ് അല്ല എനിക്ക് മനസ്സിലാവും. മകൾ ഒരു ദൂര സ്ഥലത്ത് പഠിക്കാൻ നിൽക്കുമ്പോൾ ഒരു അച്ഛൻ്റെ മാനസികാവസ്ഥ എന്താണെന്നൊക്കെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. പക്ഷെ വീട്ടിലും ആൾക്കാരുണ്ടെന്നുള്ള കാര്യം അവൻ ഓർക്കണ്ടേ? അങ്ങനൊരു ബോധം അവനും ഉണ്ടാവണ്ടേ? അച്ഛൻ ഇപ്പോൾ വന്ന് വളരെ സെൻസിറ്റീവ് ആയിരിക്കാണ് മോളെ. ഏയ് സീത, നീ വെറുതെ സോറി ഒന്നും പറയണ്ട. അതിന് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് നീ കുറച്ചുകൂടെ ഒരു ഉത്തരവാദിത്വമൊക്കെ കാണിക്കണം മോളെ. സീതെ, ദാ അച്ഛൻ ഈ കോഫി കൊണ്ട് കൊടുക്ക. എനിക്കിവിടെ കുറച്ച് ജോലി തീർക്കാനുണ്ട്. സാധന, അച്ഛനുള്ള കോഫിയൊക്കെ ഞാൻ കൊടുത്തോളാം. ഏട്ടനോ? ഞാൻ കൊടുത്തോളാം. ഞാനിപ്പോ അങ്ങോട്ടാ പോകുന്നത്, ഞാൻ കൊടുത്തോളാം. അച്ഛന്റെ മൂടിപ്പോ എന്താണോ ആവോ. അവരുടെ മുമ്പിൽ നീ പോയിട്ട് നിന്നിട്ട് വെറുതെ വഴക്കേക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്കിതൊക്കെ ശീലമായിട്ടുള്ളതല്ലേ. എന്ന് ഞാൻ അവരുടെ വായിന്ന് കേൾക്കുന്നതല്ലേ ഇതെല്ലാം. അച്ഛാ, ഡ്രിങ്ക്സ് ബ്രേക്ക് എടുക്കാം. കോഫി റെഡി? ഭാർഗു, എല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ട്. ഗൂഗിളിൽ വീണു. അശോക്, നമ്മൾ ഇതുവരെ വിളിച്ചില്ലല്ലോ. ഇനി എത്ര സമയം എടുക്കും? വിളിച്ചോളും, സമാധാനമായിട്ടിരിക്കേ. എനിക്കാണെങ്കിൽ എക്സൈറ്റ്മെന്റ് അടക്കാനേ പറ്റുന്നില്ല. സമാധാനപ്പെട്. അകത്ത് കയറിയാൽ ഉടനെ നമുക്ക് കുഞ്ഞുണ്ടാവില്ല. അതെനിക്കറിയാം. ഈ അഷ്ടമിക്ക് ഒരുപാട് പേർക്ക് രാധമാരെ ലഭിക്കും, കുറെ പേർക്ക് കൃഷ്ണമാരെയും കിട്ടും. എന്ത് രസമായിരിക്കും അല്ലേ? കൃഷ്ണനോ രാധയോ രുക്മിണിയോ ഗൗരിയോ, എന്തായാലും ആരോഗ്യമുള്ള ഒരു കുഞ്ഞുണ്ടായാൽ മതി. അതാണ് ഇമ്പോർട്ടന്റ്. ആ, അത് ശരിയാ. ഈ പ്രഗ്നൻസി ടൈമിൽ എന്തൊക്കെ ടൈപ്പ് സ്ട്രെസ് ഉണ്ടാവുമല്ലേ അശോക്? വയറ്റിലൊരു കുഞ്ഞുണ്ടാവുമ്പോ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി കാണിക്കണം. കറക്റ്റ്. എന്ന് വെച്ച് ഒരുപാട് സ്ട്രെസ് എടുക്കാനും പോകരുത്. ഡോക്ടറെ മീറ്റ് ചെയ്താ അവരെല്ലാം പറഞ്ഞു. വീണ്ടും അശോകോ? എന്തൊരു കഷ്ടം. ഇവരെന്താ എന്റെ പുറകെ കൂടിയതാണോ? ഞാൻ പോകുന്നിടത്ത് എല്ലാം വന്ന് നിൽക്കുന്നുണ്ടല്ലോ. എന്തൊരു ശല്യം ഇത്. എക്സ്ക്യൂസ് മീ മാം, നിങ്ങൾ അകത്ത് കയറിക്കോളൂ. ഓ, താങ്ക് യു.
അവർക്ക് വേറെയും ജോലി ഉണ്ടാവില്ല സിഹി. വരുമല്ലോ അല്ലേ? എത്ര ചോദ്യങ്ങളാ ചോദിക്കുന്ന സിഹി? വന്നോളും. വേഗം വരുമോ ഡോക്ടർ അങ്കിൾ? എനിക്ക് ആകെ ഇവിടെ നിങ്ങൾ മാത്രമേ ഫ്രണ്ട് ആയിട്ടുള്ളൂ. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ എന്ത് ഇഷ്ടമാണെന്നോ. സിഹി, നിന്റെ ഡോക്ടർ അങ്കിൾ എത്തിയല്ലോ. ഹായ് ഡോക്ടർ അങ്കിൾ. ഹായ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അങ്കിൾ. ഗുഡ് മോർണിംഗ്. യെസ് ക്യാപിറ്റൽ. എനിക്ക് നിങ്ങളോട് ഒരു സീക്രട്ട് പറയാനുണ്ട്. വാവ്, സീക്രട്ട്. ഐ ലവ് ദാറ്റ്. എന്താ അത്? ഇന്നലെ എന്റെ അച്ഛനും അമ്മയും വന്നിരുന്നു. വാവ്, മീറ്റ് ചെയ്തിരുന്നോ? അല്ലാതെ മിസ് ചെയ്തതല്ലേ അവരെ? ഇപ്പൊ ഹാപ്പി ആയോ? അവര് വന്നത് വിസിറ്റിംഗ് ടൈമിലായിരുന്നില്ല. വിൻഡോയിലൂടെയാണ് ഞങ്ങള് കണ്ടത്. ഓ ആണോ? അത് സാരല്ല, നെക്സ്റ്റ് ടൈം വരുമല്ലോ. പിന്നെ നിന്റെ പാരന്റ്സിനെ എപ്പോഴും ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുവാ? നെക്സ്റ്റ് ടൈം. നെക്സ്റ്റ് ടൈം. പക്ഷേ സ്കൂളിൽ നിന്ന് ഇവര് വിടില്ലല്ലോ. അത് ശരിയാ. ബട്ട് ഐ ഹാവ് എ പ്ലാൻ. അതെന്താ? നെക്സ്റ്റ് ടൈം അവർ നിന്നെ കാണാൻ വരില്ലേ? അപ്പൊ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ് നിന്നെ ക്ലിനിക്കിലോട്ട് വിളിപ്പിക്കാം. ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് എന്ന് പറയുമ്പോൾ നിന്നെ വിട്ടല്ലേ പറ്റൂ. സൂപ്പർ പ്ലാനാ. ഉറപ്പായിട്ടും വിളിക്കുമല്ലോ അല്ലേ? പിങ്കി പ്രോമിസ്. എനി ബാൻഡേഡ്. അപ്പോഴേക്കും നിങ്ങൾ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞോ? ഡൺ. നിങ്ങള് മാജിക് കാണിച്ചതാ. താങ്ക് യു.